Hi dear students, welcome back to our English classes. So today we have to discuss P.B Shelley. P.B Shelley. So just before that, I would like to introduce you a word, and that word is here. You can read this, and it is epitaph. Epitaph. Do you ever heard about this word, epitaph? What does it mean? The word indicate epitaph. Simply, we can call it as a phrase or a form of words written in memory of the person who was died, especially in tombstone. സോ ടോംസ്റ്റോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ അടക്കം ചെയ്യുമല്ലോ, ആ അടക്കം ചെയ്ത് അതിൻ്റെ കല്ലറയിലൊക്കെ എഴുതി വെക്കുന്ന വചനങ്ങളുണ്ട്, വാക്കുകളുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എപ്പിറ്റഫ് എന്ന് പറയുന്നത്. സോ പോയറ്റ്സുകളൊക്കെ ആണെങ്കിൽ പിന്നെ പറയണ്ട, കാരണം അവർ എഴുതിയിട്ടുള്ള വലിയ കവിതകളിലുള്ള ഫിലോസഫിക്കലി ആയിട്ടുള്ള നല്ല മീനിങ്ങുകളുള്ള ഒരുപാട് വരികളൊക്കെ എപ്പിറ്റഫുകളായിട്ട് എഴുതാറുണ്ട്. സോ മരിച്ചുപോയ ആളെക്കുറിച്ച്, അല്ലെങ്കിൽ അയാൾ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അയാളുടെ ഒരു വർക്കിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിൽ, അയാളുടെ മെമ്മറിയെ ഉണർത്തുന്ന രീതിയിൽ എഴുതുന്ന വചനങ്ങളാണ് എവിടെ എഴുതുന്ന? ടോംസ്റ്റോണിൽ, അല്ലേ? അപ്പോൾ അതിനെയാണ് നമ്മൾ എപ്പിറ്റഫ് എന്ന് പറയുന്നത്. ഡു യു വാണ്ട് ടു സീ ദ എപ്പിറ്റഫ് ഓഫ് P.B Shelley? See, just see this. Nothing of him doth fade, but doth suffer a sea change into something and rich. ഇതിൻ്റെ ആദ്യത്തെ വരി നോക്കൂ. നത്തിങ് ഓഫ് ഹിം ഡെത്ത് ഫെയ്ഡ്. നത്തിങ് ഓഫ് ഹിം ഡെത്ത് ഫെയ്ഡ്. ഡെത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ഡെസ് എന്നുള്ളതിൻ്റെ പ്രാചീന രൂപമാണ്, ഓൾഡ് ഇംഗ്ലീഷാണ് ഡെത്ത് എന്ന് പറയുന്നത്. ഫെയ്ഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, മങ്ങിപ്പോവുക എന്നുള്ളതാണ്. സോ അദ്ദേഹത്തിലുള്ള ഒന്നും മങ്ങിപ്പോകുന്നില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ ബോഡി മാത്രമേ മങ്ങിപ്പോയിട്ടുള്ളൂ. അദ്ദേഹം ഇവിടെ ചെയ്ത കാര്യങ്ങൾ മീൻസ് ഹിസ് ലിറ്റററി വർക്ക്സ്, ഹിസ് ലിറ്റററി പ്രൊഡക്ട്സ് റിഫ്ലെക്ട്സ് ഹിയർ. അതിവിടെ ഉണ്ട്, അത് എങ്ങോട്ടും പോയിട്ടില്ല എന്ന് പറയും. ഒരു ഇമ്മോർട്ടൽ എന്നുള്ള സംഭവത്തിനെ പ്രകീർത്തിക്കുന്ന പോലെ. ഓഡോൺ എ ഗ്രേഷ്യൻ ഏൺ എന്നുള്ള മനോഹരമായ ഒരു കവിതയുണ്ട്. ആ കവിതയിൽ പറയുന്നുണ്ട് ആർട്ടിനെ, അല്ലെങ്കിൽ ആ ഒരു ഏണിനെയൊക്കെ ഒരു ഇമ്മോർട്ടലായിട്ട് പറയുകയാണ്. ആർട്ട് എന്ന് പറഞ്ഞാൽ ഇമ്മോർട്ടലാണ് എന്നാണ് അതിൽ പറയുന്നത്. കല എന്ന് പറയുന്നത് ഇമ്മോർട്ടലാണ്. അതുപോലെ തന്നെയാണ് കലാകാരനും ഇമ്മോർട്ടലാണ്. അദ്ദേഹത്തിൻ്റെ വർക്ക്സിലൂടെ അദ്ദേഹം ജീവിക്കുന്നു. ചില വ്യക്തികൾ അങ്ങനെയാണ്, മരിച്ചു പോയി കഴിഞ്ഞാലും അവർ ചെയ്തു വെച്ച കുറേ കാര്യങ്ങളിലൂടെ അവർ ഒരുപാട് ആൾക്കാരുടെ മനസ്സിൽ ജീവിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, ആൻഡ് P.B Shelley വാസ് സച്ച് എ പേഴ്സൺ. P.B Shelley അത്തരത്തിലൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ചെയ്തു വെച്ച കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ നല്ല പ്രൊഡക്ട്സ് മീൻസ് നല്ല ലിറ്റററി വർക്ക്സ് ഇപ്പോഴും വായിക്കപ്പെടുന്ന, ഒരുപാട് ആൾക്കാർ വായിക്കപ്പെടുന്ന, ഇഷ്ടപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ് P.B Shelley. അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിലൊക്കെ വളരെയധികം ഫിലോസഫിക്കലായിട്ടുള്ള ഒരുപാട് മീനിങ്ങുകളിലേക്ക്, ഡെപ്ത് മീനിങ്ങുകൾ, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെച്ച ആളാണ് P.B Shelley. ആൻഡ് ടുഡേ വി ഹാവ് ടു ഡിസ്കസ് P.B Shelley. സോ P.B Shelley കുറിച്ച് പറയുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു എപ്പിറ്റഫ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. എല്ലാതും നമ്മൾ അറിഞ്ഞിരിക്കണം. ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ മാത്രമല്ല, എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞു വെക്കണം. സോ അദ്ദേഹത്തിൻ്റെ എപ്പിറ്റഫിലൂടെ നമുക്ക് തുടങ്ങാം എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെയാണ് എപ്പിറ്റഫ് ആദ്യം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്. ഇനി P.B Shelley കുറിച്ച് പറയാം. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ടോംസ്റ്റോണിൽ അങ്ങനെ എഴുതിയത്? അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിരുന്നോ P.B Shelley? ദ ആൻസർ ഈസ് യെസ്, എ ബിഗ് യെസ്. ഹൗ? That is what we are going to discuss here. P.B Shelley കുറിച്ചുള്ള ഈ ഒരു ക്ലാസ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് 2 സെഗ്മെൻ്റ് ആയിട്ടാണ്. ആൻഡ് ദ ഫസ്റ്റ് സെഗ്മെൻറ്റ് ഡീൽസ് വിത്ത് ഹു ഈസ് P.B Shelley, ഹിസ് ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ആൻഡ് ഹിസ് ഫസ്റ്റ് പബ്ലിക്കേഷൻ, ഹിസ് പാരൻസ്, ഹിസ് എഡ്യൂക്കേഷണൽ ലൈഫ്, എറ്റ്സെട്ര. ആൻഡ് ദ സെക്കൻഡ് സെഗ്മെൻറ്റ്, ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്, that is the concept of poetry according to P.B Shelley. What was the concept of P.B Shelley on poetry? That is the second. It was August 4, 1792. ഓഗസ്റ്റ് 4, 1792 ആൻഡ് ഇറ്റ് വാസ് ഇൻ ഇംഗ്ലണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ജനനം എന്ന് പറയുന്നത്. ആൻഡ് ഹിസ് പാരൻസ് വർ ടിമോത്തി ആൻഡ് എലിസബത്ത് ഷെല്ലി. ടിമോത്തിയുടെയും എലിസബത്ത് ഷെല്ലിയുടെയും മകനായിട്ട്. ആൻഡ് ഹി വാസ് ദ എൽഡസ്റ്റ് സൺ. യു നോ ദാറ്റ്, എൽഡസ്റ്റ് സൺ. ഷെല്ലി മൂത്ത കുട്ടിയായിരുന്നു. ആൻഡ് പാരൻസിനെ കുറിച്ച് ഇപ്പോൾ ഞാൻ പറഞ്ഞു. ആൻഡ് ഹിസ് എഡ്യൂക്കേഷണൽ ലൈഫ്, ഇറ്റ് വാസ് ഫ്രം Oxford University. But just before that, he was attended in Eton College for 6 years, and after that he joined in Oxford University. അപ്പോൾ ഓക്സ്ഫോർഡിലാണ് അദ്ദേഹത്തിൻ്റെ പഠനം എന്ന് പറയുന്നത്. പക്ഷേ അതിന് മുമ്പ് ഒരു 6 വർഷം അദ്ദേഹം വേറൊരു കോളേജിൽ പോയിട്ടുണ്ട്.
സോ ഈ ഓക്സ്ഫോർഡ് എന്ന് പറയുമ്പോൾ ഐ തിങ്ക് ദാറ്റ് നെയിം ഈസ് ഫെമിലിയർ വിത്ത് യു. ഓക്സ്ഫോർഡ്, കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ വളരെയധികം ഫേമസ് ആയ നോട്ടബിൾ ആയുള്ള യൂണിവേഴ്സിറ്റീസ് ഒക്കെയാണ്, കോളേജസ് ഒക്കെയാണ്. അപ്പോൾ ഒരു കാലത്ത് ലിറ്ററേച്ചറിൽ അത്രമേൽ ഇൻഫ്ലുവൻസ് ചെലുത്തിയിരുന്ന ആൾക്കാരെല്ലാവരും ഓക്സ്ഫോർഡിൻ്റെയും അതുപോലെ തന്നെ കാംബ്രിഡ്ജിൻ്റെയും ഒക്കെ പ്രൊഡക്റ്റുകളായിരുന്നു. സോ P.B Shelley ഈസ് ആൾസോ എ പ്രൊഡക്റ്റ് ഫ്രം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. അതിൻ്റേതായുള്ള മെച്ചങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇനി അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോളേജ് ലൈഫ് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ ലൈഫ് പറഞ്ഞു, പാരൻസ് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ജനനം പറഞ്ഞു. ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വർക്കിൻ്റെ പബ്ലിക്കേഷന് അതൊരിക്കലും മറക്കാനാവാത്തൊരു കാര്യമാണ് ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ. സോ ഷെല്ലീസ് ഫസ്റ്റ് പബ്ലിക്കേഷൻ ഇറ്റ് വാസ് ഇൻ 1810. 1810 അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ ആദ്യത്തെ പബ്ലിക്കേഷൻ വരുന്നത്. ആൻഡ് സാസ്ട്രോസി എന്നാണ് ബുക്കിൻ്റെ പേര്. ആൻഡ് ഹിസ് ഫസ്റ്റ് ബുക്ക്, ദ ഫസ്റ്റ് പബ്ലിക്കേഷൻ ഇറ്റ് വാസ് സാസ്ട്രോസി and it was published in 1810. And after 1 year, ഒരു വർഷത്തിന് ശേഷം, in 1811 he was wrote a pamphlet. ഒരു പാംഫ്ലെറ്റ് എഴുതിയിരുന്നു. പാംഫ്ലെറ്റ് മീൻസ് ലഘുലേഖയ്ക്കാണ് പാംഫ്ലെറ്റ് എന്ന് പറയാം. there was a pamphlet by Shelley in 1811 and ഒരുപാട് കോൺട്രവേഴ്സറീസ് അതുണ്ടാക്കി. that made many problems, crisis, controversies. the reason is the topic of the pamphlet was the necessity of atheism. Atheism എന്ന് പറഞ്ഞെങ്കിൽ നിരീശ്വരവാദമാണ്. നെസസിറ്റി എന്ന് പറഞ്ഞെങ്കിൽ നമുക്കറിയാം ആവശ്യകത. സോ നിരീശ്വരവാദത്തിൻ്റെ ആവശ്യകത എന്നുള്ള പേരിൽ 1811 ഷെല്ലി ഇറക്കിയ ലഘുലേഖ പാംഫ്ലെറ്റ് ഒരുപാട് കോൺട്രവേഴ്സറീസ് ഉണ്ടാക്കി. ആൻഡ് ദാറ്റ് ഈസ് ദ റീസൺ വൈ ഹി വാസ് ജസ്റ്റ് എക്സ്പെൽഡ് ഫ്രം ഹിസ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, ഓക്സ്ഫോർഡ് കോളേജ്. അതിൻ്റെ ഒരു കോൺസിക്വൻസി ആയിട്ട്, അതിൻ്റെ ഒരു അനന്തരഫലമായിട്ട്, റിസൾട്ടായിട്ട് അദ്ദേഹത്തിനെ ഓക്സ്ഫോർഡിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. സോ അതങ്ങനെയാണല്ലോ, സ്വാഭാവികമാണല്ലോ. ഒരു വിഭാഗം ആൾക്കാർക്ക് ദഹിക്കാത്ത, ഡൈജസ്റ്റ് ആവാത്ത എന്തെങ്കിലും ഒരു കാര്യം, ഒരു പോയിന്റ് പറയുന്ന സമയത്ത് അയാളെ നൈസായിട്ട് അങ്ങോട്ട് ഒതുക്കുക, അല്ലെങ്കിൽ ഒഴിവാക്കുക, അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുക, പുറത്താക്കുക എന്ന് പറയുന്നത് ഒരു നല്ലൊരു തന്ത്രമാണ്. ആൻഡ് ഹി വാസ് എക്സ്പെൽഡ് ഫ്രം ഓക്സ്ഫോർഡ്. ആൻഡ് ദ പാംഫ്ലെറ്റ്, ദ നെയിം നെസസിറ്റി ഓഫ് എയ്ത്തിസം, ആൻഡ് ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1811. അതുപോലെ തന്നെ ഷെല്ലിയെക്കുറിച്ച് പറയുന്ന സമയത്ത് അദ്ദേഹം മുന്നോട്ട് വെച്ച 3 കാര്യങ്ങൾ: വെജിറ്റേറിയനിസം, അതുപോലെ തന്നെ സോഷ്യലിസം, അതുപോലെ തന്നെ നോൺ വയലൻറ്റ് റെസിസ്റ്റൻസ്. ആൻഡ് യു നോ ദാറ്റ് ഗാന്ധി ഈസ് ആൾസോ ഇൻസ്പയർഡ് ഫ്രം ദിസ് നോൺ വയലൻറ്റ് റെസിസ്റ്റൻസ്. സോ ദ 3 തിങ്സ്, വെജിറ്റേറിയനിസം, സോഷ്യലിസം ആൻഡ് നോൺ വയലൻറ്റ് റെസിസ്റ്റൻസ്, അതിൻ്റെ ഒരു പ്രൊപ്പൗണ്ടറായിട്ട് നമുക്ക് ആരെ പറയാം? ഷെല്ലിയെ പറയാം. ഇനി അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലേക്ക് പോകുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതൊരു എഴുത്തുകാരനെയും അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയെയും ലിറ്ററേച്ചറിനെ പ്രണയിക്കുന്ന അല്ലെങ്കിൽ എഴുത്തിനെ സ്നേഹിക്കുന്ന ഒരാളെ വലുതാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നോട്ടബിൾ ആയുള്ള ചില വർക്ക്സുകളാണ് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് കാണാം. ക്വീൻ മാപ്പ്, എ ഫിലോസഫിക്കൽ പോം, ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1813. ദെൻ മൗണ്ട് ബ്ലാങ്ക്, ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1816. ദെൻ ലാൻ ആൻഡ് സിദ്ന, ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1817. ദെൻ ദ റിവോൾട്ട് ഓഫ് ഇസ്ലാം, ദെൻ ഓസിമാൻഡിയാസ്, ആൻഡ് ഇറ്റ് വാസ് 1818. Then Ode to the West Wind, 1819. I think this title is familiar with you, right? Ode to the West Wind. അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന 2 Prometheus Unbound, it was published in 1820. Adonais, it was published in 1821. ഈ ഒരു 3 ഉണ്ടല്ലോ, അവസാനം പറഞ്ഞ 3, Ode to the West Wind, അതുപോലെ തന്നെ Prometheus Unbound, അതുപോലെ തന്നെ Adonais. ഈ 3 ഷെല്ലിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 വർക്ക്സുകളാണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 വർക്ക്സുകളാണ്. സോ ലിറ്ററേച്ചറിനെ പ്രണയിക്കുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ ഹയർ സ്റ്റഡീസുമായി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് തവണ നിങ്ങൾ കേൾക്കാൻ പോകുന്ന 3 പേരുകളാണ് ഈ അഡോണൈസ്, അതുപോലെ തന്നെ പ്രൊമീത്തിയസ് അൺബൗണ്ട് എന്ന് പറയുന്ന വർക്ക്, അതുപോലെ തന്നെ ഓഡ് ടു വെസ്റ്റ് വിൻഡ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഷെല്ലിയുടെ ഇമ്പോർട്ടൻ്റ് ആയുള്ള വർക്ക്സുകളാണ്. സോ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇമ്പോർട്ടൻ്റ് ആയുള്ള അദ്ദേഹത്തിൻ്റെ വർക്ക്സുകളൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അദ്ദേഹത്തിൻ്റെ മരണം എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഇൻ ജൂലൈ 8 അദ്ദേഹം മരണപ്പെടുന്നത്. ആൻഡ് ദ ഇയർ വാസ് 1822. 1822 അദ്ദേഹം മരണപ്പെടുന്നത്. ആൻഡ് ഇറ്റ് വാസ് ആൻ ആക്സിഡൻറ്റ്. ഒരു ആക്സിഡൻറ്റ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഹി വാസ് ഡ്രോൺഡ് ഇൻ എ സ്റ്റോം. അദ്ദേഹം ബോട്ടൊക്കെ തകർന്ന് ഒരു സ്റ്റോമിൽ പെട്ട് അദ്ദേഹം വെള്ളത്തിൽ മുങ്ങി മരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയായിരുന്നു ഷെല്ലിയുടെ മരണം. ആൻഡ് യു നോ ദാറ്റ് ഇറ്റ് വാസ് ജസ്റ്റ് ബിഫോർ നിയർലി ഓർ ഷോർട്ട്ലി ബിഫോർ ഹിസ് 30th ബർത്ത്ഡേ. അദ്ദേഹത്തിന് 30 വയസ്സാവാൻ പോകുന്ന ഒരു സമയത്താണ് അദ്ദേഹത്തിൻ്റെ മരണം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ മനസ്സിലാക്കുന്ന അത്രയും ചെറിയൊരു പ്രായമാണ്. ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് വർക്ക്സുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അദ്ദേഹത്തിന് നൽകാൻ പറ്റിയെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ടോം സ്റ്റോണിൽ എന്ത് എഴുതി വെച്ചത്, നിങ്ങൾ
നിങ്ങളെ പോകുന്നുള്ളൂ, നിങ്ങളിവിടെ ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്, വേറെ ഒന്നും എങ്ങോട്ടും മാഞ്ഞു പോകുന്നില്ല എന്നുള്ളൊരു കാര്യം പറയാൻ കാരണം തന്നെ അതാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ലിറ്ററേച്ചർ എന്നുള്ള ഫീൽഡിലുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇടപെടൽ എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഗ്രേറ്റ്, ഇറ്റ് വാസ് ഗ്രാൻഡ്യുവർ. അത് ഗ്രേറ്റാണ്, ഗ്രാൻഡ്യുവറാണ്, പ്രകീർത്തിക്കപ്പെടേണ്ടവയാണ്, ഗ്ലോറിഫൈ ചെയ്യപ്പെടേണ്ടതാണ്. സോ അത്രയും ചെറിയൊരു പ്രായത്തിൽ P.B ഷെല്ലി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ലിറ്ററേച്ചറിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു ടോം സ്റ്റോണിലുള്ള ആ ഒരു എപ്പിറ്റഫ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സോ ഇത്രയാണ് ഷെല്ലിയെക്കുറിച്ച് പറയാനുള്ളത് ഇൻട്രൊഡക്ഷനായിട്ട്. സോ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെന്ന് പറയുന്നത് ഐ ടോൾഡ് യു ഹൂ വാസ് ഷെല്ലി, ഹിസ് ബർത്ത് പ്ലേസ്, ഹിസ് പാരൻസ് ഐ ടോൾഡ് യു, ടിമോത്തി ആൻഡ് എലിസബത്ത് ഷെല്ലി. ദെൻ എൽഡസ്റ്റ് സൺ ആണെന്ന് പറഞ്ഞു. ആൻഡ് ഹിസ് ഫസ്റ്റ് ബുക്ക്, the publication of his first book, that was Zastrozzi, and it was in 1810. Then I told you about a pamphlet, ഒരുപാട് കോൺട്രവേഴ്സറീസ് ഉണ്ടാക്കിയ ഒരു പാംഫ്ലെറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ആൻഡ് ഇറ്റ് വാസ് ഇൻ 1811. അതിൻ്റെ പബ്ലിക്കേഷൻ 1811 ആൻഡ് അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഹി വാസ് ജസ്റ്റ് എക്സ്പെൽഡ് ഫ്രം ദി കോളേജ്. ആൻഡ് ദ ടോപ്പിക് വാസ് ദ നെസസിറ്റി ഓഫ് ഏത്തിസം. അതുപോലെ തന്നെ അദ്ദേഹം മുന്നോട്ട് വെച്ച് വെജിറ്റേറിയനിസം, സോഷ്യലിസം ആൻഡ് ദെൻ നോൺ വയലൻറ്റ് റെസിസ്റ്റൻസ് അതിനെക്കുറിച്ച് പറഞ്ഞു. ദെൻ അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സുകൾ നമ്മൾ മെൻഷൻ ചെയ്തു, അതിൻ്റെ ഒരു പബ്ലിക്കേഷൻ ഡേറ്റ്സ് നമ്മൾ പറഞ്ഞു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഹിസ് ഡെത്ത് ആൾസോ. സോ ഇത്രയും കാര്യമാണ് ഒരു ഇൻട്രൊഡക്ഷനായിട്ട് P.B ഷെല്ലിയെ കുറിച്ച് പറയാനുള്ളത്. ഫസ്റ്റ് സെഗ്മെൻറ്റ് ഈസ് ഓവർ. ദെൻ ദ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് സെഗ്മെൻറ്റ്, അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ്, ഹിസ് കോൺസെപ്റ്റ് അബൌട്ട് പോയട്രി. ദർ വി ആർ ഗോയിങ് ടു ഡിസ്കസ് വാട്ട് വാസ് ദ ഡെഫിനിഷൻ ഓഫ് ഹിം, about poetry and his visions, his arguments, opinions and so on. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്തായിരുന്നു പോയട്രിയെ കുറിച്ച് എന്നുള്ള കാര്യമാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. സോ യു ക്യാൻ നോട്ട് ഇൻ യുവർ നോട്ട് ബുക്ക് ആസ് എ ലെക്ചർ നോട്ട്. സോ ഇനി നേരെ ആ ഒരു ക്ലാസ്സിലേക്ക് നമുക്ക് പോവാം. ഓക്കെ സ്റ്റുഡൻസ്, നൗ വി ക്യാൻ സി കോൺസെപ്റ്റ് ഓഫ് പോയട്രി. ആരുടെ കോൺസെപ്റ്റാണ്? നമ്മുടെ ഷെല്ലി. സോ ഷെല്ലിയുടെ കോൺസെപ്റ്റ് എന്തൊക്കെയാണ് കവിതയെക്കുറിച്ച് എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. So first of all, you can see Shelley wrote the essay A Defense of Poetry to refute the arguments of Thomas Love Peacock in his essay The Four Ages of Poetry, which Shelley considered as very clever but very false. Okay, എന്താ അതിൽ പറയുന്നത്? Shelley wrote the essay A Defense of Poetry. ഓർത്ത് വയ്ക്കുക, എ ഡിഫെൻസ് ഓഫ് പോയട്രി എന്നുള്ളത് ഷെല്ലി എഴുതിയിട്ടുള്ള ഒരു എസ്സേ ആണ്, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർക്കാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർക്കാണ്. സോ എ ഡിഫെൻസ് ഓഫ് പോയട്രി എന്നുള്ളത് അത് പേരിൽ തന്നെയുണ്ട്, ഡിഫെൻഡ് ചെയ്യാണ്. ഓക്കെ, ആരൊക്കെയോ ഡിഫെൻഡ് ചെയ്യാണ്, ആരൊക്കെയോ പറഞ്ഞ വാദങ്ങളെ ഡിഫെൻഡ് ചെയ്യാണ്. സോ എന്തിനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ടു റെഫ്യൂട്ട് എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? എതിർക്കുക എന്നുള്ള മീനിങ് ആണ്, നിങ്ങൾക്ക് അറിയാതിരിക്കാം. ടു റെഫ്യൂട്ട് ദി ആർഗ്യുമെൻറ്റ്സ് ഓഫ് തോമസ് ലവ് പീകോക്ക് ഇൻ ഹിസ് എസ്സേ ദ ഫോർ ഏജസ് ഓഫ് പോയട്രി. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് 2 or more സെൻറ്റൻസിൽ എഴുതാനൊക്കെ ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് കേട്ടോ. അപ്പോൾ ദ ഫോർ ഏജസ് ഓഫ് പോയട്രി എന്നുള്ള എസ്സേ ആരാ എഴുതിയത്? തോമസ് ലവ് പീകോക്ക്. അദ്ദേഹം എഴുതിയ ആ എസ്സേയിൽ അദ്ദേഹം പോയട്രിയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ആർക്ക് പറ്റിയില്ല, അല്ലെങ്കിൽ അതിനോട് ആർക്ക് എതിർപ്പുണ്ടായിരുന്നു? നമ്മുടെ ഷെല്ലിക്ക് എതിർപ്പുണ്ടായിരുന്നു. ആ എതിർപ്പ് പ്രകടമാക്കിക്കൊണ്ട് അദ്ദേഹം ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതിയ ഒരു എസ്സേയാണ് എ ഡിഫെൻസ് ഓഫ് പോയട്രി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ തോമസ് ലവ് പീകോക്ക് എഴുതിയ ആ ഒരു എസ്സേ ഉണ്ടല്ലോ, അത് ഷെല്ലി തന്നെ പറയുന്നത് അത് ക്ലെവറാണ്. ഓക്കെ, ഹി കൺസിഡേർഡ് ആസ് വെരി ക്ലെവർ ബട്ട് വെരി ഫാൾസ്. ഓക്കെ, അപ്പോൾ അതിൽ നല്ലതുണ്ട് ചീത്തയും ഉണ്ട് എന്നുള്ള രീതിയിൽ പറയുകയാണ്. നല്ല രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ആ ഒരു എസ്സേ, പക്ഷേ അതിൽ ഒരുപാട് തെറ്റുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം എഴുതിയ ഒരു എസ്സേ ആണ് എ ഡിഫെൻസ് ഓഫ് പോയട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇതിൽ നിന്നും ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഷോർട്ട് ആൻസർ ക്വസ്റ്റൻ ആയിട്ടൊക്കെ ഇത് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഷെല്ലിയുടെ ഒരു വർക്ക്, ആ വർക്ക് അദ്ദേഹം എന്തിനെ എഴുതി, ആരെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതി എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. This essay was published by Mary Shelley. Mary Shelley ആണ് ഈ ഒരു എസ്സേ പബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് വാസ് ഇൻ 1840. 1840 മേരി ഷെല്ലി ആണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു എസ്സേയിൽ ഷെല്ലി ബിഗിൻസ് ദ എസ്സേ ബൈ ഡിവൈഡിങ് മെൻ്റൽ ഫാക്കൽറ്റി ഇൻറ്റു 2 parts. മെൻ്റൽ ഫാക്കൽറ്റി 2 പാർട്സുകളാക്കിയിട്ട് അദ്ദേഹം തിരിക്കുന്നുണ്ട്. ഈ എസ്സേ തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? ഈ ഒരു എസ്സേ അതിനൊരു ബിഗിനിങ് എന്ന് പറയുന്നത് തന്നെ മെൻ്റൽ ഫാക്കൽറ്റി അദ്ദേഹം 2 ഭാഗങ്ങളായിട്ട് തിരിക്കുന്നുണ്ട്. അതിലൊന്ന് റീസൺ, മറ്റൊന്ന് ഇമാജിനേഷൻ എന്നിങ്ങനെയാണ്. റീസൺ, മറ്റൊന്ന് ഇമാജിനേഷൻ. അപ്പോൾ ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ചോദിക്കാം, അതുകൊണ്ട് ഓർത്ത് വയ്ക്കുക. പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ടും ഉണ്ടായിരിക്കും ഹിസ് കോൺസെപ്റ്റ് ഓഫ് പോയട്രി. സോ
അപ്പോൾ മെൻ്റൽ ഫാക്കൽറ്റിയെ രണ്ടായിട്ട് തിരിച്ചു, റീസൺ ആൻഡ് ഇമാജിനേഷൻ അല്ലേ, ആര്, നമ്മുടെ ഷെല്ലി. ഇനി എന്താണ് റീസൺ, എന്താണ് ഇമാജിനേഷൻ? ഇമാജിനേഷനെ കുറിച്ച് മുമ്പൊരിക്കലും നമ്മൾ കുറേ പറഞ്ഞതാണ്. എന്താണെങ്കിൽ നോക്കാം. റീസൺ എന്ന് പറഞ്ഞാൽ that tries to find out the relationship between thoughts and ideas. Okay, tries to find out the relationship between thoughts and ideas. ചിന്തകളും അതുപോലെ തന്നെ ഐഡിയകളും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഓക്കെ, അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നൊരു സംഭവമാണ് റീസൺ. ഇതാര് പറഞ്ഞതാണ്? ഷെല്ലിയുടെ അഭിപ്രായം. ഇനി ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഇമാജിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റംപ്റ്റ്സ് ടു ഗിവ് കളർ ഓഫ് തോട്ട്സ്. ഇമാജിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചിന്തകളുണ്ടല്ലോ, ആ ചിന്തകൾക്ക് കളർ കൊടുക്കുന്നൊരു സംഭവമാണ്, കളർ കൊടുക്കുന്നൊരു പ്രവണതയാണ് ഇമാജിനേഷൻ. ഓക്കെ, ആൻഡ് ഹെൽപ്സ് ടു ക്രിയേറ്റ് ന്യൂ തോട്ട്സ്. അതുപോലെ തന്നെ പുതിയ പുതിയ ചിന്തകൾക്കും വഴിയൊരുക്കുന്നതാണ് ഇമാജിനേഷൻ. ഇതൊരു സിന്തറ്റിക് പ്രിൻസിപ്പിളാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. റീസൺ എന്ന് പറയുന്നത് അതൊരു അനലിറ്റിക്കൽ പ്രിൻസിപ്പിളാണ്, ഇത് സിന്തറ്റിക് പ്രിൻസിപ്പിളാണ്. ഓക്കെ, ഇനി ദെൻ ഷെല്ലി ഡിഫൈൻഡ് പോയട്രി ആസ്. ഷെല്ലിയുടെ ഒരു ഡെഫിനിഷൻ നമുക്ക് നോക്കാം. പോയട്രി അദ്ദേഹം എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ഷെല്ലി ഡിഫൈൻഡ് പോയട്രി. ഓക്കെ, ഷെല്ലി ഡിഫൈൻഡ് പോയട്രി ആസ് സിമ്പിൾ, ദ എക്സ്പ്രഷൻ ഓഫ് ദി ഇമാജിനേഷൻ. ഓക്കെ, ദ എക്സ്പ്രഷൻ ഓഫ് ദ ഇമാജിനേഷൻ. നമ്മൾ നേരത്തെ ഇമാജിനേഷൻ എന്താണെന്ന് പറഞ്ഞു അല്ലേ, ആ ഒരു ഇമാജിനേഷൻ്റെ എക്സ്പ്രഷനാണ് കവിത എന്ന് പറഞ്ഞു വെച്ച ആളാണ് ഷെല്ലി. ഓക്കെ, സോ ഇമാജിനേഷൻ ഹാസ് ഇറ്റ്സ് ഓൺ ലാംഗ്വേജ്, റൈറ്റ്? ഇമാജിനേഷൻ എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റേതായുള്ളൊരു ലാംഗ്വേജ് ഉണ്ട്, അതിന് അതിൻ്റേതായുള്ളൊരു ഭാഷയുണ്ട്. ആൻഡ് ദാറ്റ് ലാംഗ്വേജ് ഈസ് പോയറ്റിക് ലാംഗ്വേജ്. ഇമാജിനേഷൻ എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റേതായ ലാംഗ്വേജ് ഉണ്ട്, ആൻഡ് ദാറ്റ് ഈസ് പോയറ്റിക് ലാംഗ്വേജ്. സോ വിച്ച് ഈസ് ഡയറക്ട്ലി കണക്റ്റഡ് ടു അവർ തോട്ട്സ്. അപ്പോൾ ഇതൊക്കെയാണ് ചിന്തകൾക്ക് വഴിയൊരുക്കുന്നത്. സോ അക്കോർഡിംഗ് ടു ഷെല്ലി, പോയട്രി ഈസ് സുപ്പീരിയർ ദാൻ അതർ ഫോംസ് ഓഫ് ആർട്ട്. ഷെല്ലിയെ സംബന്ധിച്ചിടത്തോളം പോയട്രി എന്ന് പറയുന്നത് ബാക്കിയുള്ള ഫോംസിൽ നിന്നും ഒരു സുപ്പീരിയോറിറ്റി, ഒരു പടി മുന്നെയാണ് കവിത എന്ന് പറഞ്ഞാൽ. ഓക്കെ, ആരുടെ അഭിപ്രായത്തിൽ? നമ്മുടെ ഷെല്ലിയുടെ അഭിപ്രായത്തിൽ. സോ അക്കോർഡിംഗ് ടു ഷെല്ലി, പോയട്രി ഈസ് സുപ്പീരിയർ ദാൻ അതർ ഫോംസ് ഓഫ് ആർട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വൈ, എന്താ അങ്ങനെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റീസൺ ഉണ്ട്. അദ്ദേഹം പറഞ്ഞൊരു റീസൺ എന്ന് പറയുന്നത് അതർ ഫോംസ് ഫേസ് ലിമിറ്റേഷൻസ് ആൻഡ് ഇംപെഡിമെൻറ്റ്സ് ബിറ്റ്വീൻ കൺസെപ്ഷൻ ആൻഡ് എക്സ്പ്രഷൻ. ബാക്കിയുള്ള ഫോംസുകൾക്ക് അതിൻ്റേതായ ലിമിറ്റേഷനും അതുപോലെ തന്നെ ഇംപെഡിമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. എന്തിൻ്റെ ഇടയിൽ? കോൺസെപ്ഷനും എക്സ്പ്രഷനും. അപ്പോൾ നമ്മളുടെ കോൺസെപ്ഷനും അതുപോലെ തന്നെ എക്സ്പ്രഷനും തമ്മിൽ അതിന് രണ്ടിൻ്റെ ഇടയിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ബാക്കിയുള്ള ഫോംസിനുണ്ട്. പക്ഷേ കവിതയ്ക്ക് അങ്ങനെ ഇല്ല എന്നാണ് പറയുന്നത്. എന്താണോ നമ്മളുടെ ഭാവനയിലുള്ളത് അത് അതുപോലെ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നു. കോൺസെപ്ഷനും എക്സ്പ്രഷനും തമ്മിലൊരു ഗ്യാപ്പ് ഇല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ദിസ് ഈസ് സുപ്പീരിയർ ദാൻ അതർ ഫോംസ് ഓഫ് ആർട്ട്. ബാക്കിയുള്ള ആർട്ടിൻ്റെ ഫോമുകളിൽ നിന്നും ഒരു സുപ്പീരിയോറിറ്റി എപ്പോഴും എന്തിനുണ്ടെന്ന് അദ്ദേഹം വാദിച്ചത്? പോയട്രിക്ക് ഉണ്ട് എന്നാണ് അദ്ദേഹം വാദിച്ചത്. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ ഓഡ് ടു നൈറ്റിംഗേൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പോയട്രി ഈസ് എ സോഴ്സ് ഓഫ് ഗ്രേറ്റ് ഡിലൈറ്റ്. കവിതയെ അദ്ദേഹം വിശേഷിപ്പിച്ചത് അങ്ങനെയാണ്, പോയട്രി ഈസ് എ സോഴ്സ് ഓഫ് ഗ്രേറ്റ് ഡിലൈറ്റ്. ഇതിലാണ് ഓഡ് ടു നൈറ്റിംഗേലിൽ കേട്ടോ. സോ പോയട്രി ഈസ് എ സോഴ്സ് ഓഫ് ഗ്രേറ്റ് ഡിലൈറ്റ്. ഡിലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്ട്രീം ഹാപ്പിനെസ് ആണ്, ആനന്ദം അല്ലേ, സന്തോഷമല്ല ആനന്ദമാണ്. സോ എക്സ്ട്രീം ഹാപ്പിനെസ്സിനാണ് ഡിലൈറ്റ് എന്ന് പറയുക. സോ പോയട്രി ഈസ് എ സോഴ്സ് ഓഫ് ഗ്രേറ്റ് ഡിലൈറ്റ് എന്നാണ് ഓഡ് ടു നൈറ്റിംഗേലിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ദെൻ ഫോർ ഹിം പോയട്രി എൻലാർജസ് അവർ ഇമാജിനേഷൻ വിത്ത് എവർ ഇൻ ഡിലൈറ്റ്ഫുൾ തോട്ട്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിന്തകളുണ്ടല്ലോ, ആ ചിന്തകൾ ഒരുപാട് സ്വാധീനിക്കാൻ പറ്റും ഇമാജിനേഷൻ എന്ന് പറയുന്നത്. പോയട്രി എൻലാർജസ് അവർ ഇമാജിനേഷൻ, നമ്മളുടെ ഇമാജിനേഷൻ അങ്ങോട്ട് വലുതാക്കുകയാണ്. വിത്ത് എന്തിൻ്റെ കൂടെ? വിത്ത് എവർ ഇൻ ഡിലൈറ്റ്ഫുൾ തോട്ട്സ്, നല്ല ഡിലൈറ്റ്ഫുൾ ആയുള്ള തോട്ട്സിൻ്റെ കൂടെ. അപ്പോൾ ചിന്തകളെയും അതുപോലെ തന്നെ ഇമാജിനേഷനെയും ഒക്കെ അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തിക്കാൻ എന്തിനു പറ്റുമെന്ന് പറയുന്നത്? പോയട്രിക്ക് പറ്റും. ഇത് ഞാൻ പറഞ്ഞതല്ല, ഷെല്ലി പറയുന്നത്. ഓക്കെ, ആൻഡ് ഷെല്ലി ഹാഡ് ദ പ്ലാറ്റോണിക് കോൺസെപ്റ്റ് ഓഫ് പോയറ്റിക് ഇൻസ്പിറേഷൻ. അപ്പോൾ ഷെല്ലിക്ക് ഉണ്ടായിരുന്ന ഒരു പ്ലേറ്റോണിക് കോൺസെപ്റ്റ് ആയിരുന്നു കവിതയെ, അല്ലെങ്കിൽ കവിതയുടെ ഇൻസ്പിറേഷന് ഇതിനൊക്കെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു പ്ലേറ്റോണിക് വിഷനായിരുന്നു, അല്ലെങ്കിൽ ഒരു പ്ലേറ്റോണിക് കോൺസെപ്റ്റ് ആയിരുന്നു ഷെല്ലിക്ക് ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഷെല്ലിക്ക് ഉണ്ടായിരുന്നത് ഒരു പ്ലേറ്റോണിക് കോൺസെപ്റ്റ് ആയിരുന്നു. ഷെല്ലി അപ്ഹോൾഡ്സ് ദ പ്ലേറ്റോണിക് കോൺസെപ്റ്റ് ഓഫ് പോയറ്റിക് ഇൻസ്പിറേഷൻ. ആൻഡ് അക്കോർഡിംഗ് ടു ഹിം, അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞത്, വൺ കനോട്ട് കമ്പോസ് പോയട്രി കോൺസിസ്റ്റൻസ്ലി.
the source of poetic creation is innate and the moment of inspiration will be sudden and transitory. അദ്ദേഹം പറഞ്ഞത് ഒരു പെട്ടെന്ന് ഒരു കവിത എഴുത്ത് എന്ന് പറയുന്നത് സോഴ്സ് ഓഫ് പോയറ്റിക് ക്രിയേഷൻ, ഒരു കവിതയുടെ ക്രിയേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഇന്നേറ്റ്, അത് ഉള്ളിനുള്ളിലുള്ളതാണ്. ഓക്കെ, ജന്മനുള്ളതാണ് എന്നുള്ള രീതിയിൽ പറയാം, ഇന്നേറ്റ് ആണത്. ആൻഡ് ദ മൊമെൻറ്റ് ഓഫ് ഇൻസ്പിറേഷൻ വിൽ ബി സഡൻ ആൻഡ് ട്രാൻസിസ്റ്ററി. ഇപ്പോൾ ഒരു ഇൻസ്പിറേഷൻ വരുന്നത് പെട്ടെന്നായിരിക്കാം, ഓൾറെഡി നമുക്കതിൻ്റെ ഒരു കഴിവുണ്ട്, ഉള്ളിലുണ്ട്. പെട്ടെന്ന് എന്തെങ്കിലും അതുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ അതിനെ ഉദ്ദീപിക്കുന്ന രീതിയിൽ എന്തെങ്കിലും, ഉദ്ദീപനം നൽകുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് അതൊരു ഇൻസ്പിറേഷനായിട്ട് മാറുന്നു. ഒരു സഡൻ ആയിരിക്കും ആ ഒരു കാര്യമെന്ന് പറയുന്നത്, സഡൻ ആൻഡ് ട്രാൻസിസ്റ്ററി ഇൻസ്പിറേഷൻ ആയിരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഷെല്ലി പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട്. അദ്ദേഹം പോയട്രിയെയും അതുപോലെ തന്നെ പോയറ്റ്സിനെയും അദ്ദേഹം പറയുന്നുണ്ട്. എന്താണ് പോയട്രി, അതുപോലെ തന്നെ എന്താണ് പോയറ്റ്സ് എന്നുള്ള ഈ രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഈ പോയട്രിയെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ആസ് ഇമ്മോർട്ടൽ എന്നാണ്. പോയട്രി ആസ് ഇമ്മോർട്ടൽ. അപ്പോൾ ഒരു ഇമ്മോർട്ടൽ എന്നുള്ള വാക്ക് പറയുമ്പോൾ ഞാൻ ഇൻട്രൊഡക്ഷനിൽ സൂചിപ്പിച്ച പോലെ തന്നെ കീറ്റ്സിൻ്റെ ഒരു വർക്ക് ഉണ്ട്, ഞാനത് ഇൻട്രൊഡക്ഷനിൽ സൂചിപ്പിച്ചിരുന്നു എന്നുള്ളത് അറിയില്ല. കീറ്റ്സിൻ്റെ ഒരു വർക്ക് ഉണ്ട്, കീറ്റ്സിൻ്റെ ഒരു വർക്ക് അതിൽ പറയുന്നുണ്ട്. ഓഡ് ഓൺ എ ഗ്രേഷ്യൻ ഏൺ എന്നുള്ളൊരു വർക്കാണ്, ഒരു കവിതയാണ്, നല്ല അടിപൊളിയുള്ളൊരു കവിതയാണ്. അപ്പോൾ അതിൽ ആർട്ടിനെ ഇമ്മോർട്ടലായിട്ട് കാണുകയാണ്. ഓക്കെ, ഇമ്മോർട്ടൽ എന്നുള്ളൊരു ക്വാളിറ്റിയാണ് ആർട്ടിന് കൊടുക്കുന്നത്. അപ്പോൾ അതിനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ റിമൈൻഡിങ് ആസ് ദ കീറ്റ്സ് കോൺസെപ്റ്റ് ഓഫ് പെർമനൻസ് ഓഫ് ആർട്ട്, ഷെല്ലി ടോൾഡ് പോയട്രി ആസ് ഇമ്മോർട്ടൽ. പോയട്രി അദ്ദേഹം ഇമ്മോർട്ടൽ എന്ന് വിളിച്ചു. അപ്പോൾ പോയറ്റ്സിനെയോ, പോയറ്റ്സ് ആർ അൺഅക്നോളജ്ഡ് ലെജിസ്ലേച്ചേഴ്സ് ഓഫ് ദി വേൾഡ് എന്നാണ് അദ്ദേഹം വിളിച്ചത്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്ത് വയ്ക്കുന്നത് നന്നായിരിക്കും. പോയട്രി അദ്ദേഹം എന്താണ് പറഞ്ഞത്, അതുപോലെ തന്നെ പോയറ്റ്സിനെ അദ്ദേഹം എന്തു പറഞ്ഞു, ഈ കാര്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കോൺസെപ്റ്റ് ഓഫ് പോയട്രി എന്നുള്ളൊരു സെഷനിൽ, ആ ഒരു സെഗ്മെൻറ്റിൽ നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ് എഴുതാൻ പാകത്തിന് ഉള്ളൊരു പോയിൻ്റ് ആക്കിയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുള്ളത്. വളരെയധികം ഈസി ആയിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് അത് പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രത്തോളം അത് മനസ്സിലാകും എന്നുള്ളത് നിങ്ങൾ സ്വയം ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിൻറ്റ്സുകളൊക്കെ ഇൻക്ലൂഡഡ് ആണ്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന പോയിൻറ്റ്സുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു നിങ്ങൾക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പാരഗ്രാഫ് ക്വസ്റ്റനും ഒക്കെ എഴുതാൻ പാകത്തിന്, അല്ലെങ്കിൽ ഒരു എസ്സേ ക്വസ്റ്റൻ വന്നാലും എഴുതാൻ പാകത്തിനുള്ളൊരു ക്ലാസ്സാണ് ഇപ്പോൾ തന്നത്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഷെല്ലി, അതുപോലെ തന്നെ രണ്ട് സെഗ്മെൻറ്റിൽ, ഫസ്റ്റ് സെഗ്മെൻറ്റിൽ നമ്മൾ ഷെല്ലിയെക്കുറിച്ച് പറഞ്ഞു, പേഴ്സി. ഓക്കെ, അതെന്താണ് പി ബി ഷെല്ലി എന്നുള്ളത് അത് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ കണ്ടെത്തിക്കോളൂ. ഇനി പി ബി ഷെല്ലിയുടെ ഫുൾ ഫോം എന്താണെന്നുള്ളത് എന്തായാലും അദ്ദേഹത്തിൻ്റെ ജനനത്തിനെ കുറിച്ച് പറഞ്ഞു. ഇറ്റ് വാസ് ഇൻ 1792 ആൻഡ് പാസ്ഡ് അവേ ഇൻ 1822, റൈറ്റ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുറച്ച് പേഴ്സണൽ ലൈഫിനെ കുറിച്ചും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മൾ പറയേണ്ടായി. അതിനുശേഷം രണ്ടാമത്തെ സെഗ്മെൻറ്റിലേക്ക് എത്തിയപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റാണ് പറഞ്ഞത്. പോയട്രിയുടെ മേലെയുള്ള അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ് എന്താണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ഒരു സമയത്ത് അദ്ദേഹം എഴുതിയ ഒരു എസ്സേയെക്കുറിച്ച് നമ്മൾ പരാമർശിക്കേണ്ടായി. എ ഡിഫെൻസ് ഓഫ് പോയട്രി എന്ന് പറയുന്ന എസ്സേ. അത് എന്തിന് എഴുതി, ഏത് സിറ്റുവേഷനിലാണ് അദ്ദേഹം എഴുതിയത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തു. അതുപോലെ തന്നെ അത് ആര് പബ്ലിഷ് ചെയ്തു, ഏത് വർഷം പബ്ലിഷ് ചെയ്തു എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ആ ഒരു എസ്സേ അതിൽ തുടക്കം തന്നെ അദ്ദേഹം മെൻ്റൽ ഫാക്കൽറ്റിയെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്, റീസൺ ആൻഡ് ഇമാജിനേഷൻ. അതെന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഷെല്ലിയുടെ ഡെഫിനിഷൻ ഓഫ് പോയട്രി എന്താണ് എന്നുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞു, ദ എക്സ്പ്രഷൻ ഓഫ് ഇമാജിനേഷൻ, അല്ലേ. അതുപോലെ തന്നെ എന്താണ് ഇവിടെ ഇമാജിനേഷൻ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ പോയട്രി, ഈ ഇമാജിനേഷനും തോട്ടും അതൊക്കെ എത്രത്തോളം ഈ പോയട്രി എത്രത്തോളം അതിനെയൊക്കെ പരിപോഷിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടു. ദെൻ അദ്ദേഹത്തിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പ്ലേറ്റോണിക് കോൺസെപ്റ്റ് ആയിരുന്നു നമ്മൾ പറഞ്ഞു. അതായത് പോയറ്റിക് ഇൻസ്പിറേഷൻ എന്നുള്ളത് പെട്ടെന്ന് അങ്ങോട്ട് വരുന്നതാണ്, പക്ഷേ അത് ഇന്നേറ്റ് ആയിട്ട് നമ്മുടെ ഉള്ളിലുണ്ട്. The source of poetic creation is innate and the moment of inspiration will be sudden and transitory. ആ ഒരു സാധനം നമ്മൾ കണ്ടു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹം പോയട്രിയെ എങ്ങനെ കാണുന്നു, അതായത് ഇമ്മോർട്ടലായിട്ട് കാണുന്നു, അതുപോലെ തന്നെ പോയറ്റ്സിനെ എങ്ങനെ കാണുന്നു. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആ ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ക്ലാസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ഐ തിങ്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. സോ ഇറ്റ്സ് ദ ടൈം ടു വൈൻഡ് അപ്പ് അവർ സെഷൻ. സോ ബൈ ഓൾ.